നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എപ്പോഴും അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ട്. അച്ഛന്റെ കൈ പിടിക്കുന്നുണ്ട്. അച്ഛനോട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അമ്മയെ കാണാൻ കഴിയുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പാർവതി. കുറച്ചു മുമ്പ് കൂടി അമ്മ പാർവതിയെ കണ്ടിരുന്നു. അച്ഛന്റെ അടുത്ത് നിന്ന് അമ്മ ഇവളെ കാണാൻ ചെന്നിരുന്നത്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ പാർവതി നോക്കണമെന്നാ പറഞ്ഞത്. അച്ഛൻ ആരെയും നോക്കുന്നേ? അമ്മയാണോ? ഇപ്പൊ ഇവിടെയില്ല. എന്റെ അടുത്ത് വന്നിട്ടാ പോയത്. വിശാൽ സാറ് പറഞ്ഞതൊക്കെ സത്യം. അച്ഛനെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്താന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇനി എന്റെ ലക്ഷ്യം അതാ, അച്ഛനെ എഴുന്നേപ്പിച്ച് നടത്തണം. അത് സംഭവിച്ചിരിക്കും. പാർവതി ഒറ്റയ്ക്കല്ല കേട്ടോ, പാർവതിയുടെ കൂടെ ഞാനും ഉണ്ടാവും. അച്ഛൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവും. ഓഫീസിൽ കയറിയിരുന്ന പഴയതുപോലെ മാനേജറിനെയും അക്കൗണ്ടന്റിനെയൊക്കെ വരട്ടും. പാർവതിക്കറിയോ, ഈ കാണുന്ന അച്ഛനൊന്നുമല്ല ഓഫീസില്, അവിടെ പുലിയാ പുലി. അച്ഛന്റെ തലവെട്ടം കണ്ടാലേ അവിടെ ആരും ശ്വാസം പോലും വിടില്ല. ഓഫീസിലെത്തിയ അച്ഛനെ എനിക്ക് പോലും പേടിയാ. ഈ ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ചിരി അച്ഛന്റെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാനാ ഗായത്രി അമ്മയ്ക്ക് ഇഷ്ടം. ഗായത്രി അമ്മയ്ക്ക് മാത്രല്ല കേട്ടോ, വിശാൽ സാറിനും എനിക്കും അത് തന്നെ ഇഷ്ടം. അമ്മയും അപ്പച്ചിയും മരുന്നും ഫുഡുമായിട്ട് വരുമ്പോ നിങ്ങൾ കൊടുക്കണ്ട, പാർവതി കൊടുത്തോളൂന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അവര് കൊണ്ടു തന്നാലും അവരറിയാതെ പാർവതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും. അത് പോരെ അച്ഛ. ഗായത്രി അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛനെ പഴയ അച്ഛനാക്കി ഗായത്രി അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊടുക്കണമെന്നുള്ളത്. അതിന് അച്ഛനും കൂടി മനസ്സ് വെക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? സൂക്കേടുകാരനാണെന്നുള്ള തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണെന്ന് എപ്പോഴും മനസ്സിൽ പറയണം. അങ്ങനെ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. ഇപ്പൊ അച്ഛൻ സമാധാനായിട്ട് ഉറങ്ങിക്കും. ഞാനുണ്ടാവും അച്ഛന്റെ കൂടെ. ഞാൻ മാത്രല്ല, വിശാൽ സാറും. അച്ഛൻ ഉറങ്ങിക്കോ. പാർവതി, അച്ഛൻ കഴിക്കുന്ന മരുന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ വാക്കുകൾ അച്ഛന്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എവിടെന്നാ പഠിച്ചത്? കരയുന്ന ഗായത്രി അമ്മയുടെ മുഖം ഓർത്തപ്പോ അറിയാതെ നാവിൽ വന്നതാ വിശാൽ സാറെ. ഇനിയും സാറിന് എന്നെ മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത വെറും പൊട്ടിയൊന്നും അല്ല ഞാൻ. ഈ പൊട്ടിയോട് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. പാർവതി കൺമഷിയും പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിന് നേരിട്ട് തന്നെ ചോദിക്കാം. ഇവിടെ അമ്മയുണ്ട്, ജാസ്മിനുണ്ട്, പിന്നെ ഗാർഗി സ്ഥലത്തില്ല. വ്ളോഗർ ആയതുകൊണ്ട് അവൾക്ക് അത് അത്യാവശ്യം.
പക്ഷേ എന്നെ കൊല്ലാൻ ഗാർഗി ശ്രമിക്കുമെന്ന് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. വിശാലിനെ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ല. സംശയിക്കേണ്ടത് സാറല്ലേ. ഇനിയിപ്പോ സാറിന് സംശയം തോന്നുന്നവരെ സാറ് ചോദ്യം ചെയ്തു. അപ്പോ പ്രഭാവതി എങ്ങനെ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ, അതിലൊരു തർക്കവുമില്ല. എന്നെയാണോ സാറിന് സംശയം? ദേ, എന്റെ മകനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമെന്ന് സാറിന് ഉത്തമ ബോധ്യം വന്ന എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇനി ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ്. ജാസ്മിൻ, ഇനി അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യാതെ സാറ് തെളിവുകളെ ഹാജരാക്കണം. എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഞാൻ കൊല്ലുന്നത് എന്തിനാ? മാത്രമല്ല, എന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് ഞാൻ ലോക്കറിലൊന്നും വെക്കാറില്ല. ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം. എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം അത് ആരെങ്കിലും എടുത്തതാണെങ്കിലോ? കറക്റ്റ്. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. സർ ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. വേണ്ട, സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറൊരു ദിവസം വരാം. ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുമെന്ന് നിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്തത്. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ കതിർ മണ്ഡപം സെൻട്രൽ ജയിലാവുന്ന എന്റെ സംശയം. വിശാൽ, കുറ്റവാളി ജാസ്മിൻ ആണെന്നാണോ നിന്റെ സംശയം? അത് തീരുമാനിക്കേണ്ടയാൾ അന്വേഷണം നടത്തുന്ന ഓഫീസറല്ലേ. സ്വർണ്ണക്കുടം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.